ഇത് കണ്ടോ, ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡാൽ കറി ഉണ്ടാക്കാമേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചനാ ഡാലും മസൂർ ഡാലും ഓരോ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാമേ. അത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാമേ. ഞാനൊരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ചെറിയ ജീരകമിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം സവാള അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമണം മാറുന്ന വരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ഈ വെന്തിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും തൂവിയെടുക്കാമേ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടേ. അതിന് കോമ്പിനേഷനായി ഫിഷ് ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ അല്ലേ?